മോനു ആരുമില്ല ഇവിടെ? അമ്മയില്ലേ? ചേച്ചി ഇവിടെ ആരുമില്ലേ? എന്തേ? മലയാറ്റൂർ പള്ളിയിലേക്ക് പോകാനുള്ള നേർച്ച തരുമോ ചേച്ചി? നിക്കൂട്ടാ. ആ കുട്ടാ കളിച്ചോട്ടോ, നല്ല മിടുക്കനാണേ. ശരി ചേച്ചി. ആ നമുക്ക് അകത്ത് പോയിരുന്ന് കളിക്കാം. സാർ, ഇടുക്കി ജില്ലയിൽ ഇതുവരെ 3 മിസ്സിംഗ് കേസുകളാണ് റിപ്പോർട്ട് ചെയ്തത്. ഒന്ന് പ്രകാശൻ എന്ന് പറയുന്നയാൾ, ഒന്ന് സുബിൻ എന്ന് പറയുന്ന വിദ്യാർത്ഥി, മിനിഞ്ഞാന്ന് കാണാതായ ഗീത എന്ന വീട്ടമ്മ. ഇവർ 3 പേരും ഒരേ സ്റ്റേഷൻ പരിധിയിൽ നിന്നാണ് മിസ്സായേക്കുന്നത്. സ്റ്റേഷനിലെ CI ആണെങ്കിൽ ലീവിലും. ഇവിടെ എന്താണ് സാർ നടക്കുന്നത്? ആ സ്റ്റേഷനിലെ CI ജോൺ ഇതിനു മുമ്പുള്ളൊരു കേസ് അന്വേഷണത്തിനൊക്കെ ഇഞ്ചേർഡ് ആയിട്ട് 1 മാസത്തേക്ക് ലീവിലാണ്. ഇപ്പോ ഈ മിസ്സിംഗ് കേസ് അന്വേഷിക്കുന്നത് അവിടുത്തെ തന്നെ SI ഫെലിക്സ് ആണ്. ഇവരെന്താണ് സാർ അന്വേഷിക്കുന്നത്? ഇതുവരെ കാണാതെ ഒരാളെ പോലും കണ്ടുപിടിക്കാൻ പറ്റിയിട്ടില്ല. മാത്രമല്ല ഈ കേസുമായി ബന്ധപ്പെട്ട് ഒരാളെ പോലും അറസ്റ്റ് ചെയ്തതായും റിപ്പോർട്ടില്ല. ഞങ്ങൾ അന്വേഷിക്കുന്നുണ്ട്. കാണാതായവരെ ഉടനെ തന്നെ കണ്ടെത്തും. കൂടാതെ ഇതുമായി ഇനി ആരെങ്കിലും ബന്ധപ്പെട്ടിട്ടുണ്ടെങ്കിൽ അവരെല്ലാം ഉടനെ തന്നെ പിടികൂടും. ഇനി എന്താണ് സാർ? വർഷങ്ങൾക്ക് ശേഷമാണോ? വിത്തിൻ 2 വീക്സ്. ഓക്കെ. ദേവികുളം പോലീസ് സ്റ്റേഷൻ പരിധിയിൽ തന്നെ റിപ്പോർട്ട് ചെയ്യുന്ന 3ാമത്തെ മിസ്സിംഗ് കേസാണിത്. കഴിഞ്ഞ 2 കേസുകളുടെയും അന്വേഷണം ഇതുവരെ എങ്ങും എത്തിയിട്ടില്ല. ജനങ്ങളാകെ ആശങ്കയിലാണ്. കേസിന്റെ ചുമതലയുള്ള ദേവികുളം CI ജോൺ ലൂതർ ഇപ്പോഴും അവധിയിലാണ്. ഇത് പോലീസിന്റെ വ്യക്തമായ അനാസ്ഥയാണ് സൂചിപ്പിക്കുന്നത്. ഇടുക്കിയിൽ നിന്നും ക്യാമറമാൻ. എന്താപ്പാ? ഞാൻ നിന്നോടൊരു കാര്യം പറയാൻ വേണ്ടി വന്നതാ. എന്താ? നമുക്കേ ഫോൺ അടിക്കുന്നു, എടുക്ക്. അത് സാറില്ല, ഞാൻ പിന്നെ വിളിച്ചോളാം. നീ സംസാരിക്കേ. ഫെലിക്സ് സാർ, ഒരു മിസ്സിംഗ് കേസ് കൂടെ റിപ്പോർട്ട് ചെയ്തു. ഞാൻ സാറിനെ വിളിച്ചിരുന്നു, പക്ഷേ കിട്ടിയില്ല. ഫെലിക്സ്, ഞാൻ തിരിച്ചു വിളിക്കാം സാർ. ഞാൻ തിരിച്ചു വിളിക്കാം. ഓക്കെ സാർ. പറഞ്ഞോപ്പാ. എന്തിനെത്ര ഉറക്കെ സംസാരിക്കുന്നത്? കുറച്ച് പതിയെ സംസാരിക്കേ. പതുക്കെ സംസാരിക്കാം. ആ, ഇങ്ങനെ സംസാരിച്ച അപ്പുറം കേൾക്കാൻ പറ്റുമോ? കുറച്ചുകൂടെ പതിയെ. ഇങ്ങനെ സംസാരിച്ച് കേൾക്കാമോ? മതി, ഇങ്ങനെ മതി. നമുക്കൊരു ഡ്രൈവ് പോവാം. ആ, നമുക്കൊരു ഡ്രൈവ് പോവാം. ഇപ്പോഴോ? ആ, പോ. എടാ മോനെ, ഞാൻ പറയുന്നത് എടാ, അമ്മ പറയുന്നതേ നീ ഈ ജോലി രാജിവെക്കാനാ, എന്നിട്ട് ഞങ്ങളുടെ കൂടെ നിൽക്കാൻ. അതാണ് അവൾക്ക് സന്തോഷം. അവൾക്ക് മാത്രമല്ല, എനിക്കും. നീ ഇവിടെ ഉള്ളപ്പോൾ എന്താണെന്നറിയില്ല, മനസ്സിനൊരു ധൈര്യം. പോയി കഴിഞ്ഞാൽ അല്ല, അമ്മയും കുറ്റം പറയാൻ പറ്റില്ല. നീ ഓരോ തവണ ഇവിടുന്ന് പോകുമ്പോഴും ഞങ്ങൾക്കൊക്കെ ഭയങ്കര ടെൻഷനാണ്. പിന്നെ ആരും അത് പുറത്ത് കാണിക്കുന്നില്ല എന്ന് മാത്രം. രാത്രി നിൻ്റെ ഓരോ ഫോൺ കോൾ വരുമ്പോഴും ഞങ്ങളുടെയൊക്കെ ഉള്ളിൽ തീയ. അതുകൊണ്ടൊക്കെയാണ് അമ്മ ഇങ്ങനെ പറയുന്നത്. നിനക്കിവിടെ നിന്നൂടെ? എന്താ നിൻ്റെ തീരുമാനം? അപ്പോൾ എനിക്ക് എടാ, ഇതൊക്കെ അമ്മ നിന്നോട് പറയാൻ പറഞ്ഞതാ. ഇനി നിൻ്റെ തീരുമാനം എന്തായാലും എനിക്ക് നിന്നോടൊരു കാര്യം പറയാനുണ്ട്. എടാ, എനിക്ക് എൻ്റെ പഴയ ജോണിനെ തിരിച്ചു വേണം. എടാ, നിന്നോട് അടി കൂടാഞ്ഞിട്ട് എനിക്ക് ഒരു സമാധാനം ഇല്ലടാ. നീ പോയിട്ട് ധൈര്യമായിട്ട് ജോലി കോൺസെൻട്രേറ്റ് ചെയ്യും. അമ്മയോട് കാര്യങ്ങളൊക്കെ ഞാൻ പറഞ്ഞ് മനസ്സിലാക്കിക്കൊള്ളാം. കേട്ടോ മോനെ? എന്താടാ?
പറ. അപ്പം കുറെ കൊല്ലത്തിന് ശേഷം മോനെ ഒന്ന് വിളിക്കണം. വാ. ആർ യു ഓക്കെ ജോൺ? സാർ, ഇന്ന് ഞാൻ ലീവ് ക്യാൻസൽ ചെയ്ത് ഡ്യൂട്ടിക്ക് കയറാണ്. എന്തിനാണ് ഇത്ര ധൃതി? സാർ, ജോൺ, എന്തിനാണ് ഇത്ര ധൃതി? സാറിൻ്റെ കൺസേൺ എനിക്ക് മനസ്സിലായി. പക്ഷേ ഈ കേസ് എനിക്ക് അന്വേഷിക്കണം സാർ. ഒരുപക്ഷെ ഞാൻ അന്വേഷിക്കാൻ പോകുന്ന അവസാനത്തെ കേസായിരിക്കും അത്. അല്ല, ജോണിനെ കൊണ്ട് ഈ കേസ് അന്വേഷിക്കാൻ പറ്റുമെന്ന് എനിക്കറിയാം. പക്ഷേ ഈ ഒരു അവസ്ഥയിൽ എൻ്റെ കുറവുകളെക്കുറിച്ച് എനിക്ക് നല്ല ബോധ്യമുണ്ട് സാർ. പക്ഷേ അത് ഈ കേസിനെ ബാധിക്കില്ല. ബിലീവ് മീ. മീഡിയക്കാരുടെ വായടപ്പിക്കാനായിട്ട് ഞാൻ 2 ആഴ്ചത്തെ സമയം പറഞ്ഞിട്ടുണ്ട്. പക്ഷെ അതിനുള്ളിൽ നമുക്ക് ഈ കേസിന്റെ എന്തെങ്കിലും ഹിന്റ് കണ്ടുപിടിച്ചേ പറ്റൂ. ഗോ ഹെഡ്. താങ്ക് യു സാർ. സാർ, എന്തൊക്കെ ഏട്ടാ? സാർ സുഖം തന്നെ. സാറിന് ഇപ്പം എങ്ങനെയുണ്ട് സാർ? സർ, ഫെലിക്സ് ഇരിക്കും. ഫെലിക്സ്, 3ാമത്തെ മിസ്സിംഗ് കേസിന്റെ ഡീറ്റെയിൽസ് എനിക്ക് വേണം. സർ, 3ാമത് മിസ്സായത് ഗീത. ആ 3ാമത് മിസ്സിംഗ് ആയത് ഗീത, 41 വയസ്സ്. ആ ആ സർ, 3ാമത് മിസ്സായത് ഒരു ഗീതയാണ്, 41 വയസ്സ്. പള്ളിവാസലാണ് സ്ഥലം. പള്ളിവാസൽ. അതെ. ആ. ഈ ഗീത മിസ്സിംഗ് ആയവർ ഗീതയുടെ ഹസ്ബൻഡ് സുദീപാണ് പോലീസിനെ അറിയിക്കുന്നത്. സുദീപ് ഇവരുടെ കല്യാണം കഴിഞ്ഞിട്ട് 18 വർഷമായി. ഇതുവരെ കുട്ടികളില്ല. അതുകൊണ്ട് ഇവർ മലയാറ്റൂർ പള്ളിയിൽ ഒരു നേർച്ച ചേർന്നുണ്ട്. 101 വീടുകൾ കയറി നേർച്ച എടുക്കാമെന്ന്. പിന്നെ ഞാൻ സുദീപ് ജോലിക്ക് പോയ സമയത്താണ് ഗീത നേർച്ച വാങ്ങാനായി വീടുകളിലേക്ക് പോയത്. എങ്ങോട്ടാണ് പോയതെന്ന് സുദീപിനോ വീടിനടുത്തുള്ളവർക്കോ അറിയില്ല. സർ, ഫൈൻ. സുദീപ് എപ്പോഴാണ് ഗീത മിസ്സിംഗ് ആണെന്നുള്ള കംപ്ലൈന്റ് തന്നത്? രാത്രി 10:30 സാർ. ആ രാത്രി 10:30 സാർ. ഇതിൽ മെൻഷൻ ചെയ്തിട്ടില്ലല്ലോ. സർ, FIR എഴുതിയിരിക്കുന്ന മനോജാണ്. അയാളോട് ഇതൊക്കെ ഒന്ന് ശ്രദ്ധിക്കാൻ പറയും. ഓക്കെ സർ. ഗീതയുടെ ലുക്കൗട്ട് നോട്ടീസ് ഉടനെ റെഡിയാക്കണം. നാളത്തെ എല്ലാ പേപ്പേഴ്സിലും അത് ഇൻസേർട്ട് ചെയ്യണം. അതുപോലെ തന്നെ എല്ലാ സോഷ്യൽ മീഡിയയിലും, ലോക്കൽ ചാനലിലും, ഒപ്പം നമ്മുടെ നമ്പർ. യെസ് സർ. നമുക്ക് സമയമില്ല ഫെലിക്സ്. ഗീതയെ പരിചയമുള്ളൂ. അറ്റ്ലീസ്റ്റ് ഒരാളുടെയെങ്കിലും കോൾ നമുക്ക് നാളെ കിട്ടിയിരിക്കും. ഷുവർ സർ. ആഗസ്റ്റ് 20 മുതൽ കാണാനില്ല. ഇവരെ കുറിച്ച് എന്തെങ്കിലും വിവരം ലഭിക്കുന്നവർ ദേവികുളം പോലീസ് സ്റ്റേഷനുമായി ബന്ധപ്പെടുക. മിനിഞ്ഞാന്ന് സുദീപ് ജോലിക്ക് പോയ സമയത്താണ് ഗീത നേർച്ച വാങ്ങാനായി വീടുകളിലേക്ക് പോയത്. എങ്ങോട്ടാണ് പോയതെന്ന് സുദീപിനോ വീടിനടുത്തുള്ളവർക്കോ അറിയില്ല.